ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പ്രതികരണവുമായി അമ്മ എക്സിക്യൂട്ടീവ് അംഗവും ചലച്ചിത്ര താരവുമായ അൻസിബ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നു. അൻസിബ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി നടിമാർ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അറിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഇത്തരം പരാതികൾ അമ്മ എന്ന സംഘടനയിലേക്ക് എത്താത്തത്? അത് അമ്മയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമോ? അതെന്തുകൊണ്ടാണ് പരാതിപ്പെടാഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും സ്ത്രീകൾ പരാതിപ്പെടാൻ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ സൊസൈറ്റി വേണം ആദ്യം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം സ്ത്രീകൾ ഇതുപോലെ ഇത്തരത്തിൽ അവരുടെ പരാതികൾ പറയുന്ന സമയത്ത് സ്ത്രീകളെ മോശക്കാരാക്കുന്ന ചില കമൻറ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ചില വീഡിയോസിന് താഴെ അല്ലെങ്കിൽ ഇത്തരം പരാതികൾ പറയുന്ന സ്ത്രീകളുടെ വീഡിയോസിന് താഴെ കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. അത് വളരെ 2% ആയിരിക്കാം, പക്ഷെ അത് അവർക്കുണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ വലുതാണ്. അപ്പോൾ അവർ തെറ്റിദ്ധരിക്കുകയാണ്, എന്നെ സമൂഹം മോശക്കാരിയായി കരുതുമോ ഞാൻ ഈ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് വേറെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ഭയം അതാണ്. രണ്ടാമത്തെ ഭയം, ഒരു കേസിന് പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള ഭയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്ങൾ കാരണമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടുള്ള ഭയത്തിനേക്കാൾ ഉപരി ഈ തരത്തിലുള്ള ഭയമാണ് പരാതിപ്പെടാൻ പലരും മടിക്കുന്നതിൻ്റെ ഒരു റീസൺ. പിന്നെ അമ്മയിൽ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങളാണ്. ഞാനിപ്പോഴാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നുള്ളത് പരാതിപ്പെടാത്തവർ തന്നെയാണ് പറയേണ്ടത്. ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിപ്പെട്ടതാണ് അൻസിബ. ഇത്തരത്തിലുള്ള ഈ ദുരനുഭവങ്ങൾ എന്തെങ്കിലും തരത്തിൽ അൻസിബയ്ക്ക് നേരിട്ടിട്ടുണ്ടോ? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇതുപോലെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരികയോ കേൾക്കുകയോ കാണുകയോ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ പ്രതികരിക്കണം. നമുക്കത് താല്പര്യമില്ല, നമ്മൾ എന്താണോ പ്രതികരിക്കേണ്ടത് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഉറപ്പായിട്ടും പരാതിപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ എനിക്കിതുവരെ പരാതിപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ പരാതിപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പരാതിപ്പെട്ടേനെ. ഇത്തരത്തിൽ പറയുന്നത് പോലെ രാത്രികാലങ്ങളിൽ ഈ കഥകിന് മുട്ടുക തുടങ്ങിയ അനുഭവങ്ങൾ എന്തെങ്കിലും തരത്തിൽ സിറ്റുകളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ പറയുമ്പോൾ നമ്മൾ അവരുടെ അനുഭവങ്ങളാണല്ലോ അവർ പറയുന്നത്. അതിനാണ് അടുത്ത ചോദ്യം. അതായത് ഇപ്പോൾ അൻസിബയ്ക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ സഹതാരങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അൻസിബയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള അനുഭവങ്ങളല്ല, ഇതിൻ്റെ തന്നെ വേറെ ഇപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പല മോശമായ രീതിയിൽ സംസാരിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സംസാരിക്കാറുണ്ട്. അവരും തക്കതായ മറുപടികൾ പറഞ്ഞ് ആ സ്പോട്ടിൽ നിന്നും ആ നിമിഷം തന്നെ പോയി മാറിയവരാണ്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തക്കതായ ആ ഒരു പ്രതികരണം അതേ നിമിഷത്തിൽ തന്നെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇന്നലെ അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൂടിയതിന് ശേഷമാണോ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനത്തിലേക്ക് അമ്മ കടന്നത്? അതായത് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണല്ലോ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ പത്രസമ്മേളനം നടത്തുമ്പോൾ അതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഓരോരുത്തരും വ്യക്തിഗതമായിട്ട് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടും ആളുകൾ അവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായിരുന്നു ഇന്നത്തെ കമ്മിറ്റി. തീർച്ചയായും ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നത്? അപ്പോൾ അതേപോലെ ഇപ്പം ഈ ബംഗാളി നടിയുമായിട്ട് ബന്ധപ്പെട്ട് സംവിധായകൻ രഞ്ജിത്തിൻ്റെ ഒരു ആരോപണം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഈ സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണോ അഭിപ്രായം? അങ്ങനെ അതിൽ അഭിപ്രായം പറയേണ്ട ആൾ ഞാനല്ല, അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ഇരിക്കുന്ന പൊസിഷനിൽ അദ്ദേഹം ഇരിക്കണോ അതോ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മാറണമോ എന്ന് ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ യുക്തി അനുസരിച്ച്. ഇപ്പോൾ എന്തായാലും പരാതിപ്പെട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നിലവിൽ ഇതേപോലുള്ള പരാതികൾ വരുമ്പോൾ ഇത്തരത്തിൽ അവസരങ്ങൾ സിനിമയിൽ കുറയുന്നു, അതിന് അതായത് ഒരു റിവെഞ്ച് മനോഭാവം എടുക്കുന്നു എന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ആരെങ്കിലും തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള അനുഭവം എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളവരുണ്ടായിരിക്കാം. അത് നമുക്കറിയില്ലല്ലോ. ഇത് പല കാര്യങ്ങളും പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് പല രീതിയിലാണ്. എല്ലാവർക്കും ഒരേ തരത്തിലായിരിക്കില്ല നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്നത് പല വേർഷൻ ഉണ്ടല്ലേ, മാനസികമായിട്ടുള്ള പല പീഡനങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതന്നെ പല രീതിയിലുണ്ടാവാം. അപ്പോൾ പലരും പല രീതിയിലാണ് ഈ പീഡനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നിട്ടുണ്ടാവാം. അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ എക്സ്പീരിയൻസേ പറയാനാവുകയുള്ളൂ. ഈ സർക്കാർ വരും ദിവസങ്ങളിൽ ഇതിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ?
തീർച്ചയായിട്ടും സർക്കാർ ഇതിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് വിശ്വാസമുള്ളത്. കാരണം ഇതുപോലൊരു ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പോൾ ഹേമ കമ്മിറ്റി 2019 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഒരു 4.5 വർഷമായി, 5 വർഷത്തോളമായി ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല, പുറം ലോകം കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു വിവരാവകാശ നിയമപ്രകാരമാണ് ഇത് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷം ഇത് പുറത്ത് വരാത്തതൊരു വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ഒരു 1.5 കോടിയുടെ അടുത്ത് രൂപ ചെലവഴിക്കുകയും ഇത്രയും പേരുടെ ഒരു മൊഴി എടുക്കുകയും ഇത്രയും വലിയൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇത്രയും വലിയൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകുകയാണെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കും കേരളം. ഈ പുതിയതായി വരുന്ന നടിമാരെ, അതായത് ഇപ്പോൾ ഡയറക്ടർമാരുടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരുടെ ഇതിനനുസരിച്ച് നിന്നില്ല എങ്കിൽ അവരെ 17ഓളം ടേക്കുകൾ ഉൾപ്പെടെ എടുപ്പിച്ച് വഴക്കിയെടുക്കുന്ന ഒരു തരത്തിലേക്കുള്ള സമീപനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അനുഭവം എന്തെങ്കിലും, അതായത് ഈ 17ഓളം ടേക്കുകൾ എടുക്കുന്നുണ്ട്, ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നതാണ്. അത്തരത്തിലുള്ള അതായത് ഈ 17ഓളം ടേക്കുകൾ എടുപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഈ ആലിംഗനം പോലുള്ള രംഗങ്ങൾ വീണ്ടും വീണ്ടും എടുപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധപ്പെട്ടതായിട്ട് അൻസിബയോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പലരുടെയും അനുഭവങ്ങളാണ്, പലരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിലർ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ് അവർ പറയുന്നത്, വേദനകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിനെ നമ്മൾ അംഗീകരിക്കണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ സെറ്റിൽ നിന്ന് ഇത്തരമുള്ള അനുഭവങ്ങൾ നേടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായിട്ടുള്ള നിയമസഹായം തേടണമെന്നാണ് അൻസിബ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ ഇരയോടൊപ്പമാണ് അല്ലെങ്കിൽ ഇരകളോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് തന്നെയാണ് അൻസിബ പറയുന്നത്. ക്യാമറാമാൻ ടോബിനോടൊപ്പം കെബിൻ കെനഡി, ന്യൂസ് മലയാളം, കൊച്ചി.